സോ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ടേം മാത്രമാണ്. മാക്സിമ മിനിമ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട സഹായകരമായിട്ടുള്ള ഒരു ടേമും ആ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ മാക്സിമ മിനിമ, അതായത് അബ്സല്യൂട്ട് മാക്സിമ അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്നാണ് ടേമിൻ്റെ പേര്. ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ഫംഗ്ഷൻ്റെയും മാക്സിമയും മിനിമയും നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ് എന്നുള്ളത്. ക്രിട്ടിക്കൽ പോയിന്റ്, ദിസ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്. Critical point of a function, an interior point C in the domain of a function f is called a critical point if either f dash of c equal to 0 or f dash is not defined at c. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷന്റെ ഡൊമൈനിൽ ഏത് പോയിന്റിലാണോ ഡെറിവേറ്റീവ് 0 ആവുന്നത്, അതല്ലെങ്കിൽ ഏത് പോയിന്റിലാണോ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമൈനിൽ ഒരു ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും, അവിടെ എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കും, അതല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യില്ല. ഇങ്ങനെയുള്ള പോയിന്റ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. സോ ദാറ്റ് ഈസ് അവർ ബേസിക് ഫസ്റ്റ് ഡെഫിനിഷൻ. ഇനി നമ്മൾ ഇവാലുവേഷൻ ഓഫ് മാക്സിമ മിനിമ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഞാനിപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. 3-4 പ്രോബ്ലം വഴി 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ്. എളുപ്പമുള്ളതാണ് എല്ലാം തന്നെ. അത് വെച്ചിട്ട് എങ്ങനെ മാക്സിമയും മിനിമയും, അതായത് അബ്സല്യൂട്ട് മാക്സിമയും അബ്സല്യൂട്ട് മിനിമയും എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ആൻഡ് വി മേക്ക് യൂസ് ഓഫ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് അറിഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെപ്സ് ടു കാൽക്കുലേറ്റ് അബ്സല്യൂട്ട് മാക്സിമ ഓർ അബ്സല്യൂട്ട് മിനിമ. 3 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഫൈൻഡ് ഓൾ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് എഫ് ഇൻ ദ ഡൊമൈൻ. തന്നിട്ടുള്ള ഡൊമൈനിലുള്ള എഫിന്റെ എല്ലാ ക്രിട്ടിക്കൽ പോയിന്റുകളും കണ്ടുപിടിക്കുക. എങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ നിന്ന് എക്സിന് ഏതൊക്കെ വാല്യൂസ് ആണോ ഉള്ളത്, ആ വാല്യൂസ് ആയിരിക്കും, ആ പോയിന്റുകളായിരിക്കും അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ, പിന്നെ പ്രോബ്ലത്തിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ക്രിട്ടിക്കൽ പോയിന്റുകൾ കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് അതിൽ നിന്ന് വാല്യൂസ് കിട്ടണം. ആ കിട്ടുന്ന വാല്യൂസ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇനി എഫ് ഡാഷ് ഓഫ് സി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സി ഏതാണ്, എവിടെയാണോ എഫ് ഡാഷ് ഡിഫൈൻഡ് അല്ലാത്തത്, ഐദർ എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കണം, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി നോട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റുകളാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്നത്. എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സും ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവാലുവേറ്റ് എഫ് ഓഫ് എക്സ് അറ്റ് ഈച്ച് ഓഫ് ദീസ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആൻഡ് ദ എൻഡ് പോയിന്റ്സ്. ഇന്റർവെൽ ആണെന്ന് ഓർക്കണം. അപ്പോൾ ആ ഇന്റർവെല്ലിലെ എൻഡ് പോയിന്റുകളിലും ക്രിട്ടിക്കൽ പോയിന്റുകളിലും ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, 2 എൻഡ് പോയിന്റും ഉണ്ട്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പോയിന്റിലും ആ 2 എൻഡ് പോയിന്റുകളിലും പ്രത്യേകം ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് കൺക്ലൂഷൻ ആണ്. ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് എഫ് കാൽക്കുലേറ്റഡ് എബവ് will be the absolute maximum and the least value from the above calculation will be the absolute minimum. അപ്പോൾ ഇങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റുകളും എൻഡ് പോയിന്റുകളിലും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂകളിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അതായിരിക്കും അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറയുന്നത്. ആ പോയിന്റിലായിരിക്കും, ആ ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും ആ ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാവുക. ഇങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂകളിൽ ഏറ്റവും ലീസ്റ്റ് വരുന്ന ഏത് വാല്യൂ ആണോ ആ വാല്യൂ ആയിരിക്കും അതിന്റെ അബ്സല്യൂട്ട് മിനിമം. ആ പോയിന്റ് ആയിരിക്കും ദ പോയിന്റ് ഓഫ് അബ്സല്യൂട്ട് മിനിമ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. വേഗമായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു ഐഡിയ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. പ്രോബ്ലത്തിലേക്ക് കിടക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ 3 സ്റ്റെപ്പ് ഓർക്കുക. ആദ്യം ക്രിട്ടിക്കൽ പോയിന്റുകൾ കണ്ടുപിടിക്കുക. രണ്ടാമത് ക്രിട്ടിക്കൽ പോയിന്റുകളിലും എൻഡ് പോയിന്റുകളിലും ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഏറ്റവും വലിയ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് മാക്സിമം ആയി. ഏറ്റവും ചെറിയ വാല്യൂ, ആ കിട്ടിയ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂകളിൽ ഏറ്റവും ചെറിയ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് മിനിമവുമായി. ഇത്രേ ചെയ്യാനുള്ളൂ. വളരെ എളുപ്പമുള്ള 3-4 പ്രോബ്ലംസ് ആണ്. ആ കൂടി സിംപ്ലിഫിക്കേഷൻസ് മാത്രമാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. കൺഫ്യൂഷൻ എല്ലാം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയാണ്. സോ കം ടു ദ ഫസ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ അബ്സല്യൂട്ട്. എല്ലാ പ്രോബ്ലത്തിലും അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമ ഓർ മിനിമ ഓഫ് 4 - x² on -3 1. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 4 - x² ആണ്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ മാക്സിമയോ മിനിമയോ ഏത് പോയിന്റുകളാണ്, അബ്സല്യൂട്ട് മാക്സിമയോ അബ്സല്യൂട്ട് മിനിമയോ ഏതെല്ലാം പോയിന്റുകളാണുള്ളത് ഈ തന്നിട്ടുള്ള -3 1 എന്ന് പറയുന്ന ഇന്റർവെൽ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് 4 - x² ഇന്റർവെൽ -3 1 ആണ്.
ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ആൾ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. എല്ലാ ക്രിട്ടിക്കൽ പോയിന്റുകളും കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. എഫ് ഡാഷ് ഓഫ് സി ഡിഫൈൻ അല്ലെങ്കിൽ ആ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. ഏത് പോയിന്റിലാണോ എഫ് ഡാഷ് ഡിഫൈൻ അല്ലാത്തത് അത് ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 അത് ആദ്യം കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കണം. അതാണ് ക്രിട്ടിക്കൽ പോയിന്റ് വരെ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് -2x ആണ്. -2x ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? x ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്നത് എവിടെയാണ്? എക്സ് 0 ആവുമ്പോഴാണ്. സോ എക്സ് ഈക്വൽ ടു 0 ഇസ് ദ ഓൺലി ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ. ആ ക്രിട്ടിക്കൽ പോയിന്റ് ഏതാണ്? എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? ഈ കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റിലും ഈ കിട്ടിയ നമുക്കറിയാവുന്ന എൻ പോയിന്റുകളും നമുക്ക് തന്നിട്ടുള്ള ഇന്റർവെല്ലിന്റെ എൻഡ് പോയിന്റുകളിലും ഫംഗ്ഷന്റെ വാല്യൂകൾ കണ്ടുപിടിക്കുന്നു. അതായത് ഓൺലി ക്രിട്ടിക്കൽ പോയിന്റ് ഇസ് x equal to 0. The end points are x equal to -3 and x equal to 1. -3ഉം 1ഉം ആണ് അതിന്റെ എൻഡ് പോയിന്റുകൾ. അപ്പോൾ ഓരോ പോയിന്റിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് എഫ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ടുള്ള 0, എഫ് ഓഫ് 0 4 ആണ്. എഫ് ഓഫ് -3 എന്ന് പറയുമ്പോൾ 4 - 9 that is -5. എൻഡ് പോയിന്റ് ആണ് -3. എഫ് ഓഫ് 1 അത് ഈ റൈറ്റ് എൻഡ് പോയിന്റ് ആണ്. എഫ് ഓഫ് 1 ഈക്വൽ ടു 3. അപ്പോൾ എഫ് ഓഫ് 0 4 ആണ്. എഫ് ഓഫ് -3 -5 ആണ്. എഫ് ഓഫ് 1 3 ആണ്. ഇതില് അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറയുന്നത് ഈ കിട്ടിയ വാല്യൂകളിലെ ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമ. ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും അബ്സല്യൂട്ട് മിനിമ. ഈ മൂന്ന് വാല്യൂകളിലെ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ -5 ആണ്. അപ്പോൾ x equal to -3 is the point of absolute minima. f of -3 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ x equal to -3 is the point of absolute minima and minimum value is -5. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് f of -3. that is the minimum value is -5. now ഇതിലെ maximum value വരുന്നത് 0 ആവുമ്പോഴാണ്. f of 0 ലാണ്. അപ്പോൾ x equal to 0 is the point of absolute maxima. 0 ലാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ 0 is the point of absolute maxima and the absolute maximum value is f of 0 equal to 4. ഇതാണ് ആദ്യത്തെ വളരെ എളുപ്പമുള്ള പ്രോബ്ലം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം വരുന്നത്. f of x equal to x raised to 4/3. f of x equal to x raised to 4/3. ഇതേപോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ ക്രിട്ടിക്കൽ പോയിന്റുകൾ കണ്ടുപിടിക്കുക. പിന്നെ ക്രിട്ടിക്കൽ പോയിന്റുകളിലും എൻ പോയിന്റുകളിലും വാല്യൂസ് കണ്ടുപിടിക്കുക, ഫംഗ്ഷണൽ വാല്യൂസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് മാക്സിമം മിനിമം എഴുതുക. അത്ര മാത്രമേ വേണ്ടൂ. അപ്പോൾ f of x equal to x raised to 4/3 on -1 age. അപ്പോൾ ആദ്യ സ്റ്റെപ്പിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു n n ഇൻറ്റു എക്സ് റൈസ് ടു n എക്സ് റൈസ് ടു n -1 ആണ്. അപ്പം 4/3 എക്സ് റൈസ് ടു 4/3 -1 that is 1/3. 4/3 into x raised to 1/3 equal to 0. f dash of x equal to 0. ക്രിട്ടിക്കൽ പോയിന്റുകൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. f dash of x equal to 0 implies 4/3 into x raised to 1/3 equal to 0. ഇതിൽ നിന്ന് x equal to 0 എന്ന് കിട്ടുന്നു. അപ്പോൾ ആകെ കൂടിയുള്ള ക്രിട്ടിക്കൽ പോയിന്റ് ഏത് മാത്രമാണ്? x equal to 0 ആണ്. ഇനി n പോയിന്റുകൾ ഏതൊക്കെയാണ്? n പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ -1ഉം 8ഉം ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് x equal to 0, n പോയിന്റ് -1ഉം 8ഉം. ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോ പോയിന്റിലും ഈ മൂന്ന് പോയിന്റില് 0-ല് -1 8-ൽ ഇതിൽ മൂന്ന് പോയിന്റുകളിലും ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പം f of 0 ആണ്. f of 0 അതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ f of 0 equal to 0. f of -1 is -1 raised to 4/3. -1 raised to 4/3 is -1 raised to 4 whole raised to 1/3. അതായത് 1 തന്നെയാണ് വരിക. -1 raised to 4 1 ആണ്. അതിനെ raised to 1/3 ചെയ്യുമ്പോൾ again 1 തന്നെയാണ് വരിക. റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ 1 തന്നെയാണ് വരുന്നത്. -1 raised to 4/3 is 1. Now f of 8 എന്ന് പറഞ്ഞാൽ 8 raised to 4/3. അപ്പോൾ 2 raised to 4 ആണ്. 8 raised to 1/3 whole raised to 4 ആണ്. 8 raised to 1/3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 raised to 4 that is 16. അപ്പോൾ ഇവിടെ ഈ കിട്ടിയ മൂന്ന് വാല്യൂകളിലെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 16 ആണ്. അത് എടുക്കുന്നത് 8-ലാണ്. അപ്പോൾ absolute maxima, the function has an absolute maxima at x equal to 8 and the absolute maximum value is f of 8 equal to 16. പിന്നെ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ 0 ആണ്. f of 0. അപ്പോൾ the function has absolute minima at x equal to 0. ഏറ്റവും ചെറിയ വാല്യൂ മൂന്നെണ്ണത്തിലെ ഏറ്റവും ചെറിയ വാല്യൂ ആണിത്. അപ്പോൾ ഫംഗ്ഷൻ ഹാസ് അബ്സല്യൂട്ട് മിനിമ at x equal to 0 and the absolute minimum value is f of 0 is again 0. അപ്പോൾ മാക്സിമം വാല്യൂ അബ്സല്യൂട്ട് മാക്സിമം വരുന്നത് 8-ലാണ്. മാക്സിമം വാല്യൂ 16 ആണ്. മിനിമം വാല്യൂ വരുന്നത് 0-ലാണ്. മിനിമം വരുന്നത് 0-ലാണ്. മിനിമം വാല്യൂയും f of 0 അത് 0 തന്നെയാണ്. സോ ദാറ്റ് ഈസ് അവർ സെക്കൻഡ് പ്രോബ്ലം. രണ്ടും വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ അടുത്ത രണ്ട് പ്രോബ്ലം ചെയ്യുന്നത്. ഈ പ്രോബ്ലം ഒരു
കുറച്ച് ലെങ്തി ആയിട്ട് തോന്നാം, പക്ഷെ സിംപ്ലിഫിക്കേഷൻസ് ആണ് അധികം വന്നിട്ടുള്ളത്. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമ ഓർ മിനിമ ഓഫ് 2 sin x plus sin 2x in 0 3/2. അപ്പോൾ അതൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുമ്പോൾ വേണ്ട രീതിയിൽ സിംപ്ലിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുകയില്ല. ഞാനിവിടെ സിംപ്ലിഫിക്കേഷൻസ് സ്റ്റെപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അതാണ് ഇത്രയും നീളാൻ കാരണം. സ്റ്റെപ്പുകളാണ് മെയിനായിട്ട്. ഓരോ സ്റ്റെപ്പും ജസ്റ്റ് വായിച്ച് പോവാം. അത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. നോക്കിയാൽ സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് എന്താണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ ഇവിടെ ഉണ്ടെന്നല്ലാതെ വേറെ അതിൽ കവിഞ്ഞൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ക്രിട്ടിക്കൽ പോയിന്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. എഫ് ഡാഷ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ ഉദ്യമം. അപ്പോൾ നമ്മൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 2 cos x പ്ലസ് 2 cos 2x, അതായത് cos 2x into 2 ആണ് ഇതിന്റെ ഡിഫറൻഷ്യൽ. അപ്പോൾ 2 cos x plus 2 cos 2x equal to 0. f dash of x equal to 0 എന്ന് പറഞ്ഞാൽ 2 cos x plus 2 cos 2x equal to 0. അതായത് 2 cos x plus 2 into cos 2x ന് പകരം ഞാൻ പറഞ്ഞല്ലോ സിംപ്ലിഫിക്കേഷൻ ആണ്. cos 2x ന് പകരം 2 cos square x minus 1. അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. cos 2x is 2 cos square x minus 1. അപ്പോൾ 2 cos x plus 2 into 2 cos square x minus 1. ഞാൻ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ 2 into cos x plus 2 cos square x minus 1. ഈ 2യും ഔട്ട്സൈഡ് എടുക്കുകയാണ്. അപ്പോൾ this is 2 into cos x plus 2 cos square x minus 1 equal to 0. f dash x equal to 0 ആണ്. അപ്പോൾ this equal to 0. അതായത് 2 cos, ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ cos x, ഈ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ cos x ന് പകരം ഞാൻ 2 cos x minus cos x എന്ന് എഴുതി. ഒറ്റ cos x ഏ ഉള്ളൂ. ഇവിടെ ഞാൻ അതിനെ സിംപ്ലിഫിക്കേഷൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് 2 cos x minus cos x. സെയിം തന്നെയാണ്. അപ്പോൾ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് 2 into 2 cos x plus 2 cos square x minus 1 minus cos x. ഇനി നോക്കുക, ഞാൻ ഇതിൽ നിന്ന് 2 cos x പുറത്തേക്ക് എടുക്കുകയാണ്. ഈ രണ്ട് ടേമിൽ നിന്ന് 2 cos x പുറത്തേക്ക് എടുക്കുന്നു. 2 cos x പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 1 ആകും, ഇവിടെ വെറുതെ cos x മാത്രമാകും. അപ്പോൾ 2 cos x into 1 plus cos x. ഇതിൽ നിന്ന് ഒരു മൈനസ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു, മൈനസ് 1 plus cos x. ഞാൻ പറഞ്ഞത് സിംപ്ലിഫിക്കേഷൻ്റെ ഇതിനു വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ആൻസർ ഈ രീതിയിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് പ്രത്യേക രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് പോകണം. അപ്പോൾ 2 into 2 cos x, ഇതിൽ നിന്ന് cos x പുറത്തെടുത്തപ്പോൾ 2 cos x പുറത്തേക്ക് എടുത്തപ്പോൾ 2 cos x into 1 plus cos x. ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുത്തപ്പോൾ മൈനസ് 1 plus cos x. 1 plus cos x 1 plus cos x കോമൺ ആണ്. അപ്പോൾ 2 into 1 plus cos x into 2 cos x minus 1. ഇതിൽ നിന്ന് 1 plus cos x ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 2 into 1 plus cos x into 2 cos x minus 1 equal to 0 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ 2നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 1 plus cos x into 2 cos x minus 1 equal to 0. 1 plus cos x into 2 cos x minus 1 equal to 0. അതായത് 1 plus cos x equal to 0. അതിൽ നിന്ന് cos x equal to minus 1. 1 plus cos x equal to 0. അതിൽ നിന്ന് cos x equal to minus 1. ഈ പ്രൊഡക്റ്റ് 0 ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആകും. അപ്പം ഏതെങ്കിലും ഒന്ന് 0 ആവാന്ന് പറയുമ്പോൾ ഇത് 0 ആണെങ്കിൽ 1 plus cos x equal to 0 എന്ന് പറഞ്ഞാൽ cos x equal to minus 1. അല്ലെങ്കിൽ ഇത് 0 ആകാം. 2 cos x minus 1 equal to 0. അതിൽ നിന്ന് cos x equal to 1/2. ഓക്കെ, അപ്പോൾ f dash of x equal to 0 reduces to cos x equal to minus 1, cos x equal to 1/2. അപ്പോൾ f dash of x equal to 0 എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു ഫോം എന്താണ്? cos x equal to minus 1 ആണ്. cos x equal to 1/2 ആണ്. അങ്ങനത്തെ എക്സുകളാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റുകൾ വരിക. അങ്ങനത്തെ എക്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? cos x equal to minus 1, that is x equal to pi. പൈ എല്ലാം ഒരുപാട് വാല്യൂസ് ഉണ്ട്, പക്ഷേ ഈ ഇന്റർവെല്ലിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കണം നമ്മൾ എക്സ് എടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഇന്റർവെൽ. അപ്പം 2π എടുത്തു കഴിഞ്ഞാൽ ഇതിന് പുറത്ത് കിടക്കുന്ന, ഇതിന്റെ പുറത്താണ് കിടക്കുക. 2π എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെല്ലിന് പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ ആകെ കൂടിയുള്ള ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്ന് പറഞ്ഞാൽ x equal to pi ആണ്. cos x equal to minus 1, അതായത് x equal to pi. cos x equal to 1/2, അതായത് x equal to pi/3. 60 degrees ആണ്. x equal to pi/3. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ x equal to pi and x equal to pi/3. അതിനു വേണ്ടിയാണ് ഈ സിംപ്ലിഫിക്കേഷൻസ് മുഴുവൻ ചെയ്തത്. ശ്രദ്ധിക്കുക, ഒന്നും കൂടെ വീഡിയോ ഒന്ന് സൂം ചെയ്ത് നോക്കുക, ഇവിടെ കാര്യങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ടുള്ള x equal to pi, x equal to pi/3 ഇത് രണ്ടും കിട്ടി. ഇനി ക്രിട്ടിക്കൽ പോയിന്റ്സ് പൈയും pi/3യുമാണ്. n പോയിന്റുകൾ 0യും 3π/2മാണ്. 0 and 3π/2. ഇനി ഈ ഓരോ പോയിന്റിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓരോ പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് f of pi എന്നുള്ളത് നമുക്ക് 0 കിട്ടി. f of pi/3 എന്ന് പറയുന്നത് 3√3/2 എന്ന് കിട്ടി. f of 0 is 0. f of 3π/2 is minus. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. f of pi equal to 0. ഓരോ പോയിന്റിലും നമ്മൾ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ f of pi equal to 0, f of pi/3 equal to 3√3/2, f of 0 equal to 0,
and f of 3 pi by 2 equal to -2. ഇത് നോക്കിയാൽ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ആയിരിക്കും നമ്മുടെ അബ്സല്യൂട്ട് മിനിമ, ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ ആയിരിക്കും അബ്സല്യൂട്ട് മാക്സിമ. ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പം 3 pi by 2ലാണ് ഈ ഫംഗ്ഷന് അബ്സല്യൂട്ട് മിനിമ ഉള്ളത്. 3 pi by 2ല് അബ്സല്യൂട്ട് മിനിമം ഉണ്ട്. അബ്സല്യൂട്ട് മിനിമം വാല്യൂ -2 ആണ്. മാക്സിമം വാല്യൂ എടുക്കുന്നത് പൈ ബൈ 3ലാണ്, 3√3/2. അതാണ് ഏറ്റവും വലിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ വാല്യൂ 3√3/2 ആണ്. അത് പൈ ബൈ 3ലാണ്. അപ്പം എഫ് ഓഫ് പൈ ബൈ 3, അപ്പോൾ പൈ ബൈ 3ലാണ് ഈ ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമം ഉള്ളത്. 3 pi by 2ലാണ് ഈ ഫംഗ്ഷന് അബ്സല്യൂട്ട് മിനിമം ഉള്ളത്. ഈ വാല്യൂകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ദ പോയിന്റ്സ് ഓഫ് അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് മിനിമ ആർ പൈ ബൈ 3 ആൻഡ് 3 pi by 2. പൈ ബൈ 3ലെ അബ്സല്യൂട്ട് മാക്സിമയും 3 pi by 2ലെ അബ്സല്യൂട്ട് മിനിമയും ഉണ്ട്. അപ്പോൾ മെത്തേഡ് എല്ലാം സെയിം ആണ്, ഈ സിംപ്ലിഫിക്കേഷൻ മാത്രമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. സോ ദാറ്റ് ഈസ് അവർ തേർഡ് പ്രോബ്ലം. ദ ഫോർത്ത് പ്രോബ്ലം, f of x equal to x raised to 2/3 in -2 3. മെത്തേഡ് സെയിം തന്നെയാണ്. ക്രിട്ടിക്കൽ പോയിന്റുകൾ കണ്ടുപിടിക്കുക. നോക്കാം നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് f dash of x equal to 0. f dash of x equal to 0 implies 2/3 into x raised to -1/3 equal to 0. and x raised to n -1. 2/3 minus 1 is -1/3. 2/3 x raised to -1/3 equal to 0. ഇത് നോക്കി അറിയാം നിങ്ങൾക്ക്. f dash of x does not exist at x equal to 0. ഇതാണ് നമ്മുടെ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ നമുക്ക് ഇതിനെ എക്സിനെ സോൾവ് ചെയ്യാൻ സാധിക്കില്ല. എക്സ് അപ്പോൾ the f dash of x is not defined at x equal to 0. ഇതിൽ നിന്ന് ക്രിട്ടിക്കൽ പോയിന്റുകൾ സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈക്വൽ ടു 0 എന്നതിൽ സിഗ്നിഫിക്കൻസ് ഇല്ല എങ്കിലും ഞാനത് എഴുതുന്നു മാത്രം. ഇത് ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം f dash of x എന്ന് പറയുന്നത് 1/x raised to 1/3 എന്ന് വരും. അപ്പോൾ x equal to 0ല് f dash ഡിഫൈൻഡ് അല്ല. x equal to 0ല് f dash is not defined. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതായത് എക്സിന് ഇത് വെച്ചിട്ടുള്ള വാല്യൂസ് കിട്ടില്ല. ഇത് എവിടെയാണോ ഡിഫൈൻഡ് അല്ലാത്തത് അതായിരിക്കണം അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. So f dash x is non-existent at x equal to 0. The only critical point is x equal to 0. x equal to 0 മാത്രമാണ് അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എൻ പോയിന്റുകൾ -2ഉം 3ഉമാണ്. അപ്പോൾ 0 ക്രിട്ടിക്കൽ പോയിന്റും അത് f dash എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. എൻ പോയിന്റ്സ് -2ഉം 3ഉമാണ്. ഇനി ഓരോ പോയിന്റുകളിലും നമ്മൾ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ f of 0 equal to 0, f of -2 equal to -2 whole raised to 2/3 is 4 raised to 1/3. 4 raised to 1/3 and f of 3 is 3 raised to 2/3. മൂന്ന് പോയിന്റുകളിലും ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ടുള്ള 0 അത് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ക്രിട്ടിക്കൽ പോയിന്റ് ആയത്. x equal to 0, x equal n പോയിന്റ്സ് ആയിട്ടുള്ള x equal to -2, x equal to 3. ഈ മൂന്ന് പോയിന്റുകൾ കണ്ടുപിടിച്ചപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടുന്നത് 3 raised to 2/3 ആണ്. അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന പോയിന്റിലാണ്. അബ്സല്യൂട്ട് മാക്സിമ is at x equal to 3. ഇതാണ് മാക്സിമം വാല്യൂ. അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്നത് ഈ മൂന്ന് വാല്യൂകളിൽ മിനിമം വരുന്നത് 0 ആണ്. അപ്പോൾ അബ്സല്യൂട്ട് മിനിമ is at x equal to 0. The point of absolute maxima is x equal to 3. The point of absolute minima is x equal to 0. And you can find the corresponding absolute maximum and absolute minimum. ഇതെല്ലാം സാമ്പിൾ പ്രോബ്ലംസ് ആണ്. ഓർക്കുക, വീഡിയോ ആയതുകൊണ്ട് അത്രേ നമുക്ക് നിർവാഹമുള്ളൂ പറയാനായിട്ട്. ഇതുകൊണ്ടൊന്നും ആവില്ല. നിങ്ങൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ധാരാളം വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഈ കോൺസെപ്റ്റും എക്സാമിന് അല്ലെങ്കിൽ പിന്നീട് ആവശ്യമെങ്കിൽ നമുക്കിത് പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്നും ക്രിട്ടിക്കൽ പോയിന്റുകൾ ഉപയോഗിച്ച് എങ്ങനെ അബ്സല്യൂട്ട് മാക്സിമയും അബ്സല്യൂട്ട് മിനിമയും കണ്ടുപിടിക്കാം, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ either f dash of c equal to 0 or f dash will not exist. അങ്ങനെയുള്ള പോയിന്റുകളെയാണ്, അങ്ങനെയുള്ള സികളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്റ്റെപ്പുകളാണ്, 3 സ്റ്റെപ്പാണ് ക്രിട്ടിക്കൽ പോയിന്റുകൾ കണ്ടുപിടിക്കുക. എൻ പോയിന്റുകളിലും ക്രിട്ടിക്കൽ പോയിന്റുകളിലും ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഏറ്റവും വലിയ വാല്യൂ അബ്സല്യൂട്ട് മാക്സിമം ആയിരിക്കും, ഏറ്റവും മിനിമം വാല്യൂ അബ്സല്യൂട്ട് മിനിമം ആയിരിക്കും. സോ ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. സോ താങ്ക് യു.